ഞാനൊരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്തോണ്ട് മുരിങ്ങയില പറിക്കാൻ വന്നതാണ്. ഇതാണ് മുരിങ്ങയിൽ കായൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഈ നാടൻ മുരിങ്ങയല്ല, ഇതിപ്പോൾ പറയണ തമിഴ്നാട് മുരിങ്ങയാണെന്നാണ് പറയണത്. ഇത് ഭയങ്കര പൊന്തം പോലത്തെ മുരിങ്ങക്കായാണ്. പക്ഷെ മുരിങ്ങയിലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു മുരിങ്ങയിലയെക്കുറിച്ചൊരു കാര്യം പറയട്ടെ. മുരിങ്ങയിലയുടെ ഇലയില്ലേ, എല്ലാ മാസവും നമുക്ക് തോരൻ വെക്കാൻ കൊള്ളില്ല. കർക്കിടക മാസത്തിലെ മുരിങ്ങയുടെ ഇല തോരൻ വെക്കില്ല എന്നാണ് പറയണത്. അതിനകത്ത് ഇലയിലൊരു ചെറിയ വിഷാംശം പോലെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൊള്ളില്ല എന്നാണ് പറയുന്നത്. അതാണ് മുരിങ്ങയില. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴേ, അപ്പോൾ കടയിൽ ഈ സാധനങ്ങൾ ഒരു ലോറി കൊണ്ടുവരുത്തി കുറേ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കടയിലെ മുതലാളി ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുക, ആരെയും ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അപ്പം ഇയാൾ സാധനങ്ങൾ ഇറക്കിയിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചു. അപ്പോൾ ഈ ഉടമസ്ഥൻ എണീറ്റ് എന്നിട്ട് ഫോണിൽ തന്നെയാണ് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഇവിടെ ഇറക്കാനാണോ പറഞ്ഞ്, അകത്തല്ലേ കൊണ്ട് വെക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട് പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇയാൾ ഭയങ്കര സൗമ്യമായിട്ട്, ഈ ചുമട് എടുത്തോണ്ട് വന്നയാൾ സൗമ്യമായിട്ടാണ് പറയണേ. ഈ മറ്റേ പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പം ചുറ്റും കുറച്ച് 2-3 പേര് നിൽപ്പുണ്ടായിരുന്നേ. അപ്പം അവര് ഇങ്ങനെ എല്ലാവരും നോക്കൊണ്ടിരിക്കുക, എന്താ പറയണേന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം ഇയാൾ പറഞ്ഞു എന്നാൽ ഒന്ന് പിടിച്ചു തരാവോ, ഞാൻ അകത്ത് കൊണ്ട് വെച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അയാൾ അത് ചെയ്യില്ല, മുതലാളി. ഉടനെ ഈ പയ്യൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നവരെല്ലാം കൂടി ഇയാളുടെ തലയിൽ ഇത് പിടിച്ചേൽപ്പിച്ചു കൊടുത്തു. അപ്പം അയാൾ അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം എന്നിട്ട് ഒരു ഫോൺ വന്നു, ഇയാൾ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തപ്പോൾ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു ഇതെന്തൊരു മനുഷ്യനായ ഇയാൾ എന്നെ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഇങ്ങനെ ഈ മുതലാളിനെ കുറ്റം പറയുകയാണ്. അപ്പം ഞാൻ ഓർത്തു, മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അവനവന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ മറ്റുള്ളവരോട് അധികവും ദേഷ്യപ്പെടുന്നത്. കാര്യത്തിനൊന്നും ആയിരിക്കില്ല ദേഷ്യപ്പെടുന്നത്. തന്നേക്കാൾ താനൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നേക്കാൾ താഴെയുള്ളവരോടാണ് അധികവും ആൾക്കാർ ദേഷ്യപ്പെടുന്നത് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളൊരു ഏതാണ്ട് വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർ അവരെന്തും പറയാം എന്ന് തോന്നണേന്ന് എനിക്ക് തോന്നിയൊരു ഭാഗമായിട്ടോ. അധികവും പണിക്കാരോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടണം കണ്ടിട്ടില്ല, സ്റ്റാഫുകളോട് ഒക്കെ ദേഷ്യപ്പെടണമെന്ന് പറയാം. നമ്മൾ വലിയ പൊസിഷനിലാണ്, നമ്മൾ വലിയ പുള്ളിയാണെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. അവരും നമ്മളെപ്പോലെ തന്നെയുള്ളതാണ്, അവരെ കൃത്യമായിട്ടാണോ ജോലി ചെയ്യണേന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ പോരെ. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നില്ല. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ദേഷ്യം. നമ്മൾ ചാനൽ ചർച്ചയിലോ അല്ലെ രാഷ്ട്രീയ നേതാക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് എന്നെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടും എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഉത്തരം പറയാൻ മേലാതെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഉടനെ തന്നെ മൈക്ക് ഊരിക്കളഞ്ഞ് ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുന്നതാണെങ്കിൽ ഒട്ടനെ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് അവർക്ക് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. ചില ബിരുദന്മാരായ ചാനലുകാർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ പിന്നെയും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതല്ലേ ചെയ്യണത്? അപ്പം നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിലായിരിക്കും നമ്മൾ അധികവും ദേഷ്യപ്പെടണമെന്ന് എനിക്ക് തോന്നി. അത് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ദേഷ്യം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ സമയത്ത് അവരെ സ്നേഹം കൊണ്ട് നമുക്ക് എന്തും ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പം വലിയ കമ്പനികളിലൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കണുണ്ടോന്ന് കേട്ടിട്ടുണ്ട്. അവരെ സ്നേഹപുരസ്സരം അവരെ ചേർത്ത് നിർത്തുമ്പം അവർ ചെയ്യുന്ന പ്രവൃത്തി ഭയങ്കര മനോഹരമായിട്ട് ചെയ്യാൻ ഈ തൊഴിലാളികൾക്ക് സാധിക്കും. അതെന്ന് വെച്ചാൽ മുതലാളി പറയുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റും. പല മുതലാളിമാരും ഇഷ്ടമുള്ള സ്റ്റാഫുകളില്ലേ, ചില സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്ക് അവരുടെ ഉടമസ്ഥനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താ കാരണം? അയാൾ അവരെ ചേർത്ത് നിർത്തി അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ അയാൾക്കറിയാം. അയാൾ ഉദ്ദേശിക്കുന്ന പണി മുഴുവൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിക്കും. അത് എല്ലാവർക്കും സാധിക്കുന്ന ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കാനാണ് മറ്റുള്ളവരോട് ചാടി, ഒരു കാര്യവും കാണില്ല അതിനകത്ത്. കാര്യമില്ലാത്ത കാര്യത്തിനാണ്, നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും ദേഷ്യപ്പെടുന്നത്. നമ്മുടെ വശത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ശരിയാണോ നമ്മൾ പറയണമെന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മളപ്പോൾ എടുത്ത് ചാടുമ്പോൾ മറ്റുള്ളവർ മിണ്ടാണ്ടിരിക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് കേട്ടോ. നമ്മൾ ദേഷ്യപ്പെടുമ്പം അത് അവരുടെ മനസ്സിൽ എന്നാ തോന്നണേ, ഇവരോട് മിണ്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞായിരിക്കും അവർ പോകുന്നത് ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയാണോന്ന്.